നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുമായി ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ട സ്ത്രീയെ സാക്ഷിയാക്കിയില്ലെന്ന് കോടതി. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന് വിശദീകരണമില്ലായിരുന്നുവെന്നും കോടതി വിമർശിച്ചു. ഗൂഢാലോചന കേസിൽ നിർണായകമാകേണ്ടിയിരുന്ന തെളിവ് ഹാജരാക്കിയില്ല. ശ്രീലക്ഷ്മി എന്ന സ്ത്രീ സംഭവ ദിവസം സുനിയുമായി എന്തിന് നിരന്തരം ബന്ധപ്പെട്ടു? ഇരുവരും തമ്മിലെ ആശയവിനിമയം എന്തിനെക്കുറിച്ചായിരുന്നുവെന്നും കോടതി ചോദിച്ചു. സ്വകാര്യത മാനിച്ചാണ് DVR ഹാജരാക്കാതിരുന്നതെന്നാണ് പ്രോസിക്യൂഷൻ വിശദീകരണം. മുഹ്സിന അസു ആണ് ചേരുന്നത്. മുഹ്സിന, ഈ സ്ത്രീ പൾസർ സുനിയുമായി ബന്ധപ്പെട്ടത്, ഫോണിൽ ബന്ധപ്പെട്ടത്, കോളിലൂടെയും മെസ്സേജിലൂടെയും ബന്ധപ്പെട്ടത് ഈ ആക്രമിക്കപ്പെട്ട നടിയുമായി വാഹനത്തിൽ യാത്ര ചെയ്യവെയാണ് എന്നാണ് ഈ വിധിയിൽ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് കോടതി നിരീക്ഷിക്കുന്നത്? നൗഫൽ, പ്രധാനമായും ഈ കേസിൽ സുപ്രധാന തെളിവായി മാറേണ്ടിയിരുന്നത് ഈ സുനിയുമായി ആരൊക്കെയാണ് ഫോണിൽ അല്ലെങ്കിൽ മെസ്സേജ് വഴി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ്. അതിൽ സുപ്രധാനമായി പറഞ്ഞിരിക്കുന്ന ആ ദിവസം, അതായത് നടി ആക്രമിക്കപ്പെട്ട ദിവസം 2017 ഫെബ്രുവരി മാസം, ഈ ആക്രമിക്കപ്പെട്ട ദിവസം അന്ന് വൈകുന്നേരം മുതൽ 6-7 തവണ സുനിയെ ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ഒരു സ്ത്രീയാണ് ശ്രീലക്ഷ്മി എന്നുള്ള സ്ത്രീ. മാത്രമല്ല മെസ്സേജുകളും പലതരത്തിലുള്ള സന്ദേശങ്ങളും ഇവർ തമ്മിൽ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കിയില്ല എന്നുള്ളതാണ് കോടതി വലിയ രീതിയിൽ വിമർശനമായി ഉന്നയിക്കുന്നത്. പ്രധാനമായും ഈ സ്ത്രീയെ ചോദ്യം ചെയ്യാനോ അതുപോലെ തന്നെ ഈ സ്ത്രീയെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താനോ ഒന്നും തന്നെ ഈ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? മാത്രമല്ല ഈ കോളിന്റെ വിശദാംശങ്ങൾ, എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചത്, എന്തൊക്കെ തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഇവർ തമ്മിൽ കൈമാറിയത്, ഒരുപക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള നിർണായകമായ വിവരങ്ങൾ ഇവർ തമ്മിൽ കൈമാറിയിട്ടുണ്ടോ, ആരാണ് മാഡം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ആ മാഡം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ല എന്നടക്കമുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. ഈ വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ വായിക്കുമ്പോൾ അത്തരത്തിലുള്ള രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് പ്രോസിക്യൂഷന് നേരെ ഉയർന്നിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കൃത്യമായി ആ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയില്ല എന്നുള്ളത് ഒരു വലിയ വീഴ്ചയായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗൂഢാലോചന കേസ് ഈ തെളിവില്ലാത്തതിന്റെ അഭാവത്തിൽ ദിലീപ് അടക്കമുള്ള 4 പ്രതികൾ രക്ഷപ്പെടാനുള്ള പ്രധാന കാരണമായി മാറിയത്. മാത്രമല്ല ഈ മാഡം ആര് എന്നുള്ളത് വ്യക്തമാക്കാൻ ഈ അന്വേഷണ സംഘത്തിനോ അതുപോലെ തന്നെ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം തന്നെയാണ് കോടതി ഉന്നയിക്കുന്നത്. ഒരു പക്ഷേ ഈ വിളിച്ച സ്ത്രീ ഈ മാഡം എന്ന സുനിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ലിങ്ക് ഉണ്ടോ എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് ഈ സ്ത്രീയെ ചോദ്യം ചെയ്യുക വഴി അല്ലെങ്കിൽ ഇവരെ സാക്ഷിയാക്കുക വഴി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് നീങ്ങാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയില്ല? എന്തുകൊണ്ട് സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് വളരെ വിശദാംശം ഉൾപ്പെടുന്ന CDR, അതായത് ഈ ശ്രീലക്ഷ്മിയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ, അത് എന്ത് സംസാരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കാമായിരുന്നു. എന്തുകൊണ്ട് അത് നടത്തിയില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് കോടതി ഉന്നയിക്കുന്നത്. പ്രോസിക്യൂഷൻ ഇതിന് കൃത്യമായൊരു മറുപടി നൽകുന്നത് ഇരുവരും തമ്മിലുള്ള സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ വിശദമായിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് നടത്താതിരുന്നത് എന്നുള്ളതാണ്. അന്വേഷണ സംഘം പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വിശദീകരണ പ്രകാരം കൃത്യമായി അവർ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തിപരമായി, അതായത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ള വ്യക്തത ഉള്ളതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് വെക്കാതിരുന്നത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം പറയുന്നത്. മാത്രമല്ല ഇതിൽ മാഡം എന്നുള്ള കാര്യത്തിൽ അന്വേഷണം പോയിട്ടുണ്ട്. അത്തരത്തിൽ മാഡം എന്നുള്ള ഒരാളില്ല എന്നുള്ളതും അത് ദിലീപിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് ആ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. മുഹ്സിന അസു ആണ് വിവരങ്ങൾ നൽകിയത്.